ഹായ്. 1971 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ഇതിന്റെ പേര് സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെന്റ് എന്നായിരുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം, എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടാമെന്നും നോക്കാം. ആദ്യം എന്താണ് ഈ എക്സ്പെരിമെന്റ് എന്നൊന്ന് ചുരുക്കി പറയാം. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ യുവാക്കളെയും യുവതികളെയും ഒരു പരസ്യം കൊടുത്ത് ഈ പരീക്ഷണത്തിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് ഇവരെ കുറച്ചുപേരെ പ്രിസൺ ഗാർഡ്സ് ആക്കി, കുറച്ചുപേരെ പ്രിസണേഴ്സ് ആക്കി. അങ്ങനെ പരീക്ഷണം ആരംഭിച്ചു. ഇന്നത്തെ കാലത്ത് ചില റിയാലിറ്റി ഷോസിലും നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് കാണാറുണ്ട്. പക്ഷെ ഇവിടെ ചിലരെ പ്രിസണേഴ്സ് ആക്കി, കുറച്ചുപേരെ ഗാർഡ്സ് ആക്കി. കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അവരുടെ പിരിമുറുക്കം വളരെയധികം വർദ്ധിച്ച് ആകെ അവിടെ അടിയായി. പ്രിസണേഴ്സ് ഒന്നും പറഞ്ഞാൽ കേൾക്കാതായി, പ്രിസണേഴ്സ് തമ്മിൽ അടിയായി, ഗാർഡ്സും പ്രിസണേഴ്സും അടിയായി. കംപ്ലീറ്റ് മെസ്. അങ്ങനെ അവർക്ക് ഈ പരീക്ഷണം നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇതിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാം? ശരിക്കും നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വഭാവം പിരിമുറുക്കങ്ങൾ നമ്മൾ നേരിടുമ്പോൾ പുറത്ത് പ്രകടമാകുന്നു. ശരിയാണോ? ഇന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതിൽ നിന്നും വേറൊരു പാഠം പഠിക്കേണ്ടത്, സാഹചര്യങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നു. ശരിയാണോ? അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ നമുക്ക് ശരിയാക്കണ്ടേ? അതിനു വേണ്ടി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയാലേ തീരൂ. അപ്പൊ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? മെഡിറ്റേറ്റീവ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മൾ എത്ര പിരിമുറുക്കം വന്നാലും, ഏത് സാഹചര്യം വന്നാലും നമ്മൾ നമ്മളെ ഉപദ്രവിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇവിടെ മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങുമ്പം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമുക്ക് മറ്റ് ജീവജാലങ്ങളെ, നമ്മുടെ സഹജീവികളെയും നമ്മളെ പോലെ തന്നെ കാണാൻ സാധിക്കുന്നു. അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിൽ പെട്ടാലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള സാധ്യത കുറയുന്നു. കാരണം അവരും നമ്മുടെ തന്നെ ഒരു ഭാഗമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങുന്നത്. ഇതാണ് മെഡിറ്റേഷന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം. അപ്പൊ ഇന്നത്തെ ഈ പരീക്ഷണത്തെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്ത് തുടങ്ങുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.